എംസി റോഡ് വികസനം സംബന്ധിച്ച കാത്തിരിപ്പ് ഇനിയും നീളുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഓണാഘോഷത്തിന് പിന്നാലെ എംസി റോഡ് വികസനം ആരംഭിക്കുമെന്നാണ് അധികൃതരടക്കം ഒട്ടേറെ പേർ അറിയിച്ചിരുന്നത്. എങ്കിലും ഇതെല്ലാം പാഴ്വാക്കായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എംസി റോഡ് രണ്ടാംഘട്ട വികസനവുമായി ബന്ധപ്പെടുത്തി നൽകിയിരുന്ന ടെൻഡർ നടപടികളിൽ സാമ്പത്തിക സഹായം നൽകുന്ന ലോകബാങ്ക് വിയോജിപ്പ് അറിയിച്ചതോടെയാണ് നടപടിക്രമങ്ങളിൽ വീണ്ടും അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നത്. ചെങ്ങന്നൂർ മുതൽ മൂവാറ്റുപുഴ വരെ നീളുന്ന 88 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി 2 റീച്ചുകളിലായുള്ള കരാറുകൾ ചെന്നൈ ആസ്ഥാനമായ NAPC എന്ന കമ്പനിക്കാണ് നൽകിയിരുന്നത്. 2 റീച്ചുകളുടെയും കരാർ ഒരേ കമ്പനിക്ക് നൽകിയതിനെ സംബന്ധിച്ചാണ് ലോകബാങ്ക് വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കരാറുകളിൽ മതിയായ മാറ്റം വരുത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇനിയും കാത്തിരിപ്പ് നടത്തേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യം. ഏതെങ്കിലും ഒരു റീച്ച് NAPCക്ക് നൽകുകയും രണ്ടാമത്തെ റീച്ചിനായുള്ള നടപടിക്രമങ്ങൾ ആദ്യം മുതൽ ആരംഭിക്കുകയും ചെയ്താൽ കാത്തിരിപ്പിന് മാസങ്ങളുടെ കാലതാമസമെടുക്കും. ഇതിനു പകരമായി NAPCക്ക് തൊട്ടു താഴെയുള്ള കമ്പനി ഏതാണോ അതിനെ തിരഞ്ഞെടുത്ത് NAPC കോട്ട് ചെയ്ത അതേ തുകയ്ക്ക് കരാർ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ കാലതാമസത്തിൽ ചെറിയൊരു കുറവ് വരുത്താനാവും. എന്താണെങ്കിലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് സ്വീകരിക്കാൻ സാധിക്കുന്ന നടപടികളെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ അന്തിമ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലോകബാങ്കിനെ കൈമാറും. ലോകബാങ്കിന്റെ അനുമതി എത്താൻ ഇതിനു മുൻപ് നടത്തിയ അതേ കാത്തിരിപ്പ് തുടർന്നും നടത്തേണ്ടി വരും. കുറവലങ്ങാടടക്കമുള്ള പ്രദേശങ്ങളാണ് എംസി റോഡിന്റെ രണ്ടാംഘട്ട വികസനവുമായി ബന്ധപ്പെടുത്തി കാത്തിരിപ്പ് നടത്തുന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിൽ ചെങ്ങന്നൂർ മുതൽ ഏറ്റുമാനൂർ വരെയും ഏറ്റുമാനൂർ മുതൽ മൂവാറ്റുപുഴ വരെയും 2 റീച്ചുകളിലായി വികസനം നടത്താനായിരുന്നു തീരുമാനം. തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം നഗരം, ഏറ്റുമാനൂർ, കുറവലങ്ങാട്, മോനിപ്പിള്ളി, കൂത്താട്ടുകുളം എന്നിങ്ങനെയാണ് രണ്ടാംഘട്ട വികസനം പ്രതീക്ഷിക്കുന്ന പ്രധാന ടൗണുകൾ.